Mero Islahi Vision. Assalamu alaikum wa rahmatullah. Alhamdulillahi rabbil alameen. As-salatu was-salamu ala ashrafil mursalin wa ala alihi wa ashabihi ajma'in, amma ba'd. Ya ayyuhan nasu ubudu rabbakum alladhi khalaqakum wal ladina min qablikum la'allakum tattaqun. സ്നേഹം നിറഞ്ഞ പാറവിളയിൽ താമസിക്കുന്ന എന്റെ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളോട് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ പേരിൽ ഇവിടെ ഒരു തസ്ബിയ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഇത് അറിയാത്തവരും അറിയുന്നവരുമായി ധാരാളം ആളുകൾ ഉണ്ടാകും. ഈ ഒരു പ്രഭാഷണം ഇവിടെ ഈ ഒരു സമയത്ത് സംഘടിപ്പിക്കുമ്പോൾ ഇതിന് സംഘാടകർക്കുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ജീവിതത്തിനപ്പുറം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നാം രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒന്നാമതായി അതിൽ കാതലായുള്ള ഒരു വശം. എല്ലാവരും ആഗ്രഹിക്കുന്നതും മരണശേഷമുള്ള ഒരു ജീവിതം, അതിൽ മോക്ഷം ലഭിക്കണമെന്നാണ് ഈശ്വര വിശ്വാസികളായ ദൈവവിശ്വാസികളായ ഏവരുടെയും ആഗ്രഹം. എങ്കിൽ അത് എല്ലാ വഴിയും മോക്ഷത്തിന്റെ മാർഗമാണോ എന്നുള്ളത് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അഥവാ പരിശുദ്ധ ഖുർആനാകുന്ന മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് മാർഗദർശനമായി വഴികാട്ടിയായി അവതരിപ്പിക്കപ്പെട്ട പ്രകാശമാകുന്ന പരിശുദ്ധ ഖുർആനും അത് നമുക്ക് അറിയിച്ച അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ആ അധ്യാപനത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആദ്യ 3 നൂറ്റാണ്ടുകാർ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 3 നൂറ്റാണ്ടുകാർ, ഉത്തമരായ നൂറ്റാണ്ടുകാർ അഥവാ പ്രവാചകന്റെ ആദ്യത്തെ ഓഡിയൻസായ സ്വഹാബാക്കളും അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച താബികളും അതിനുശേഷം വന്ന തബൂ താബികളും ഏതൊരു ആദർശം, ഏതൊരു വിശ്വാസം, ഏതൊരു കർമ്മം പ്രമാണബദ്ധമായി അവർ പുലർത്തിപ്പോന്നുവോ അതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ഇസ്ലാമിക വിശ്വാസം പ്രകാരം അവർക്ക് പരലോക മോക്ഷം അഥവാ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നാണ്. എങ്കിൽ ഈ വിഷയത്തിൽ ഇന്ന് പല മതങ്ങളിലെയും പോലെ തന്നെ ഈ ഇസ്ലാമിക ആദർശത്തിലും പല വ്യതിയാനങ്ങളും കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഇത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. എന്നാൽ ആ പ്രവാചകന്റെ ആ ആഗ്രഹത്തിന് പോലും വിള്ളലേൽപ്പിച്ചുകൊണ്ടാണ് പ്രവാചകന്റെ അത്ഭുതമാകുന്ന രീതിയിലുള്ള 3 പ്രാർത്ഥനകൾ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിൽ 2 പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയും ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതെ പോവുകയും ചെയ്തു. അഥവാ എന്റെ സമൂഹത്തെ മൊത്തത്തിൽ അള്ളാഹുവിനെ ദാരിദ്ര്യം കൊണ്ട് വെടിവെട്ട് അതിനെ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകലേ എന്നുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാം. എന്റെ സമൂഹത്തെ ശത്രുക്കൾ ഒന്നടങ്കം ഒരുമിച്ച് നശിപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അതും അള്ളാഹു സ്വീകരിച്ചു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം എന്റെ ഉമ്മത്ത്, എന്റെ മുസ്ലിം സമുദായം ഒരിക്കലും ഭിന്നിച്ചു പോകാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറു ഉമ്മത്താകുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു, തീർച്ചയായും മുൻപുള്ള സമുദായങ്ങൾ ഭിന്നിച്ചതുപോലെ എന്റെ സമുദായവും അത് 72 അല്ല 73 വിഭാഗമായി ഭിന്നിച്ചു പോവുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ അന്നുള്ള ആ ഓഡിയൻസ് ആകുന്ന സ്വഹാബായ ചോദിച്ച ചോദ്യം, ആ ചോദ്യമാണ് നാം ഏവരും ചോദിക്കേണ്ടത്. ആ ചോദ്യത്തിന് മറുപടിയാണ് ഈ ഒരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഥവാ 73-72 നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ എല്ലാം നരകത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ റസൂലി ആ 72 വിഭാഗത്തിന്റെ ക്വാളിറ്റിയും ഗുണങ്ങളും അടയാളവും അല്ല ചോദിച്ചത്, മറിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്ന ആളുകളുടെ ഗുണം അത് എന്താണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. അതാണ് സൂറത്തുൽ നിസായിലെ 59-ാമത്തെ ആയത്തിലൂടെ നാം മനസ്സിലാക്കുന്നതും. അഥവാ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം മതത്തിൽ ഉണ്ടായ, ഭൗതികമത്തിലല്ല, മറിച്ച് മതത്തിൽ ഉണ്ടായ നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബാകുന്ന ഖുർആനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലേക്കുമാണെന്നാണ്.
എങ്കിൽ ഇന്ന് എല്ലാ സംഘടനകളും നമുക്ക് ചുറ്റുപാടുമുള്ള ഒരുപാട് സംഘടനകൾ ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല, മറിച്ച് എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിൽ പ്രവാചകൻ നമ്മെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടില്ല. ഞങ്ങളും ഖുർആനെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളോട് പ്രവാചകൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ ഹദീസാണ്. ഖൈറുൻ നാസു ഖർനി സുമ്മ ലദീന യലൂനഹും സുമ്മ ലദീന യലൂനഹും. 3 നൂറ്റാണ്ടുകാർ, ഉത്തമരായ 3 നൂറ്റാണ്ടുകാർ, അവർ ഏതൊരു വിശ്വാസമനുസരിച്ച് കർമ്മങ്ങളനുസരിച്ച് ജീവിച്ചോ അത് ഫോളോ ചെയ്യുന്നവർ അവരാണ് യഥാർത്ഥ ഉമ്മത്തിൽപ്പെട്ടവർ. അഥവാ ഹാദാ സിറാത്തുൽ മുസ്തഖീം, സ്വർഗത്തിലേക്കുള്ള സിറാത്തിന്റെ പാത എന്നാണ്. എങ്കിൽ അതിന്റെ ഒരു തിരിച്ചറിവിനാണ് സഹോദരങ്ങളെ ഈ ഒരു പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സശ്രദ്ധം നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഈ കേരളക്കരയിലേക്കും ഇസ്ലാമിന്റെ ആദർശങ്ങൾ എത്തുകയും ഒരുപാട് പേർ ഈ ഇസ്ലാമായി ജീവിക്കുകയും എന്നാൽ കാലക്രമേണ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള സമുദായങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളിലേക്ക് കടന്നു വരികയും സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാതിരിക്കുകയും ചെയ്ത കാലഘട്ടത്തിലാണ് 921 കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലവിൽ വന്നത്. ആ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലവിൽ വരുമ്പോൾ പുതിയൊരു ആദർശമല്ല കൊണ്ടുവന്നത്, മറിച്ച് ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ചിറയൻകീഴിലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി നിന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് വടക്കോട്ട് യാത്ര തിരിച്ച് വീണ്ടും അത് എല്ലായിടത്തും പ്രചരിപ്പിച്ച ഇസ്ലാമിക പ്രമാണത്തിന്റെ അടിസ്ഥാനമായ ഒരു ആദർശമാണ് മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ഒടുവിൽ അഥവാ അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ആ സമയത്ത് എല്ലാ സംഘടനകളും രജിസ്റ്റർ ചെയ്യണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് ആകെയായി മൊത്തത്തിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു സംഘടന രൂപീകരിച്ചു. അതാണ് ഇസ്ലാമിക് ഐക്യ സംഘം എന്നുള്ളത്. പിന്നീട് അത് സംഘടനകളായി മാറുമ്പോൾ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ നാൾ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആദർശം പ്രബോധനം ചെയ്യുന്ന ഒരു ലേബൽ നമുക്ക് ആവശ്യമായി വരുമ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പലരും പല ആദർശങ്ങളുമായി ഛിന്ന ഭിന്നമായി വെളിയിലേക്ക് പോയപ്പോ ഈ ഒരു സുഗമമായ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം സ്വീകരിച്ച പേരാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇതൊരു പുതിയൊരു മതമോ ഒരു ആദർശമോ പഠിപ്പിക്കാനല്ല വന്നത്, മറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഹുദയായി അവതരിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനെ എങ്ങനെ വിശദീകരിച്ചുവോ, കർമ്മ ആചാരങ്ങൾ എങ്ങനെ വിനിശ്ചയിച്ചുവോ അത് പ്രമാണബദ്ധമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പോംവഴിയായി ഒരു ലേബലായിട്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്, ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ലക്ഷ്യം നമുക്ക് രാഷ്ട്രീയമല്ല, ലക്ഷ്യം നമുക്ക് രാഷ്ട്രീയ വോട്ടുകളല്ല, സ്ഥാനമാനങ്ങളല്ല, മറിച്ച് ഒരു മനുഷ്യൻ പോലും നരകത്തിലേക്ക് പോകരുത് എന്നുള്ള ഗുണകാംക്ഷയാണ്. അതിനുവേണ്ടിയാണ് ഇതിന്റെ യുവഘടകമായ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ തിരുവനന്തപുരം മേഖലാ കമ്മിറ്റി ഇങ്ങനൊരു പരിപാടി ഈ ഒരു പാറവിള എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് സംഘടിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഞങ്ങൾ പറയുന്നത് ഇവിടെ നിന്ന് കേൾക്കുന്നത് നിങ്ങൾ സശ്രദ്ധം കേൾക്കണം. അതൊന്നും തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് നമ്മൾ ആരും പറയാറില്ല, നിങ്ങൾ പറഞ്ഞിട്ടുമില്ല, മറിച്ച് നിങ്ങൾ മനനം ചെയ്യണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് നമ്മൾ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? ആ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ ആ നടന്നുപോയ സച്ചരിതരായ സ്വഹാബാക്കൾ, പ്രവാചകന്മാർ, അവരുടെ പാതയാണോ നാം പുലർത്തിപ്പോരുന്നത് എന്നൊരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ മരണം എത്രമാത്രം സത്യമാണ് നമ്മൾ അറിയുന്നത് പോലെ ഉയർത്തെഴുന്നേൽപ്പും സത്യമാണ്. അവിടെ നാം വിജയിക്കണമെങ്കിൽ പ്രമാണബദ്ധമായി പരിശുദ്ധ ഖുർആൻ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റേണ്ടതുണ്ട്. ഇതാണ് അന്നും ഇന്നും എന്നും എപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ സശ്രദ്ധം കേൾക്കേണ്ടതുണ്ട്. എന്റെ ശബ്ദം വീടുകളിൽ നിന്നും മറ്റ് കടവരാന്തരകളിൽ നിന്നും കേൾക്കുന്നവരോട് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ പരലോകത്തിന്റെ വിഷയത്തിനാണ്. ദുനിയാവിന്റെ വിഷയത്തിൽ നാം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത്. ആധുനിക കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഏത് ബിസിനസ് തുടങ്ങിയാലാണ്, ഏത് ബിസിനസ് സംരംഭം തുടങ്ങിയാലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ കൂലങ്കഷമായി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അന്വേഷിക്കുമെങ്കിൽ സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചവനായി പടച്ച തമ്പുരാന്റെ സന്നിധിയിലേക്ക് തിരിച്ച് മടങ്ങേണ്ടവരാണ് നാം. അവിടെ വിജയിക്കേണ്ട പോംവഴി എന്താണ് എന്ന് ഇന്ന് വ്യക്തമായി വെളിച്ചമായി നമ്മുടെ മുന്നിലേക്ക് ഉണ്ട്. എങ്കിൽ അത് പരിശോധിക്കാൻ, അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് ഈ ഒരു കുറഞ്ഞ വേളയിൽ ഒരു സ്വാഗത പ്രഭാഷണത്തിൽ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ കർത്തവ്യം ഇത് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. എന്റെ സഹോദരികളെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ ശബ്ദ പരിധിയിൽ നിൽക്കുന്ന സ്ത്രീകൾ സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി അവർക്ക് ഒരു സൗകര്യം ഈ സ്റ്റേജിന്റെ വലത് ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. പുരുഷന്മാരോട് ഈ സദസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കണം. കാരണം ഇത് വെറും ഒരു ആളെ കാണിക്കലല്ല, മറിച്ച് അങ്ങനെ ദീനിന്റെ സദസ്സിൽ ഇരുന്നാൽ നാം എപ്പോഴും മഅഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, പാപമോചനം ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനപ്പുറം മലക്കുകളും പക്ഷികളും കടലിലെ മത്സ്യങ്ങളും നമുക്ക് വേണ്ടി മഅഫറത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ദീനിന്റെ സദസ്സിലിരിക്കണമെന്നാണ്. ഇവിടെ ഇരുന്നാണ് നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക്
പരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒന്നാമതായി ഈ പ്രദേശത്തെ എല്ലാവരെയും ആദരമായി ഇതിന് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ഒരു പ്രഭാഷണത്തിൽ ഈ പരിപാടിയുടെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് യൂത്ത് തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ഹാറൂൺ വള്ളക്കടവാണ്. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷതയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആദ്യം എടുക്കുന്നത് മൂന്നാറ്റുമുക്ക് സലഫി മസ്ജിദ് ഇമാം അബ്ഗോഷ അൽ ഹിക്കമിയാണ്. അദ്ദേഹം മൂന്നാറ്റുമുക്ക് സലഫി മസ്ജിദിന്റെ ഇമാമാണ്. അദ്ദേഹം ലഹരി മോചനം സാധ്യമാണ് എന്നുള്ള വിഷയത്തിൽ ഒരു ക്ലാസ് എടുക്കും. അദ്ദേഹത്തെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന പ്രശസ്ത പണ്ഡിതനായ ഷാഫി സുബാഹി. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതന്റെ വിഷയത്തെ കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കാൻ പ്രസിഡന്റ് ഹാറൂൺ വള്ളക്കനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ ഈ ഒരു സ്വാഗത ഭാഷണം അവസാനിപ്പിക്കണം. പരസ്പരം നമ്മുടെ ഇരുത്തം പൂർണ്ണമായും പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടുന്ന് കേൾക്കുന്നത് അത് സത്യമാണോ എന്ന് അന്വേഷിക്കാനും സത്യമാണെങ്കിൽ ആരെയും ഭയപ്പെടാതെ അള്ളാഹുവിന്റെ ഉദർ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ മറ്റുള്ളവർ പകർന്നു കൊടുക്കാനും നാം സന്നദ്ധമാകണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ലവരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഇന്നീ പ്രദേശത്ത് ഇസ്ലാമിൻ്റെ സത്യ സന്ദേശം അത് കൃത്യമായും വ്യക്തമായും ജനങ്ങളിലേക്ക് വളച്ചുകെട്ടുകളില്ലാതെ പകർന്നു കൊടുക്കുവാൻ നല്ലൊരു കാലാവസ്ഥ ഒരുക്കി തന്ന അല്ലാഹുവിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ പ്രദേശം കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിന് പുറത്ത് അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു കാലാവസ്ഥ അള്ളാഹു നമ്മുടെ നിയ്യത്തിനനുസരിച്ച് ഉദ്ദേശത്തിനനുസരിച്ച് ഒരുക്കി തന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു സമയത്ത് ലോകർക്ക് ഉപകാരപ്പെടുന്ന ചില സംസാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രോഗ്രാം ഇവിടെ നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടമാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് പ്രായഭേദമന്യേ കുട്ടികളിൽ തുടങ്ങി യുവാക്കളെയും വൃദ്ധന്മാരെ വരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്ത് മനുഷ്യന്റെ മസ്തിഷ്കത്തെയും ശരീരത്തെയും അവന്റെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും കുടുംബത്തെയും ഒക്കെ ശിഥിലമാക്കുന്ന, താറുമാറാക്കുന്ന, തകർത്ത് കളയുന്ന മഹാവ്യാപി തന്നെയാണ്, അല്ലെങ്കിൽ മഹാവിപത്ത് തന്നെയാണ് ലഹരി എന്നുള്ളത്. ഇത് മനുഷ്യരുടെ ശത്രുവാണ്. ലഹരി എല്ലാവരുടെയും ശത്രുവാണ്. അതിനെ മുച്ചൂടം വിഭാടനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, സമൂഹത്തിൽ നിന്ന് അതിന്റെ അടിവേറിറക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മുടെ വരും തലമുറയുടെ ഭാവി എന്തായി തീരുമെന്നുള്ള വലിയ ആശങ്ക നമ്മുടെ മുന്നിലുണ്ട്. കലാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും വലിയ തോതിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ, വിവിധ രുചിക്കൂട്ടുകളിൽ വൻ വിപണനം നടമാടുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ലാഭമാണ് ലഹരി മാഫിയകൾ ഇതിലൂടെ കൊയ്തെടുക്കുന്നത്. താൽക്കാലികമായ ലാഭം കൊയ്യുന്നതിലൂടെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ഒരു തലമുറയാണ്, നമ്മുടെ നാടിന്റെ നാളത്തെ ഭാവിയെയാണെന്നുള്ളതാണ് ഏറെ പരിതാപകരമായിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് മനുഷ്യരെ അവരുടെ ഇഹത്തിലും പരത്തിലും നഷ്ടപ്പെടുത്തുന്ന മഹാവിപത്തും നാശവും ആയതുകൊണ്ട് തന്നെ ദൈവികമായ അധ്യാപനത്തിൽ, വിശുദ്ധ ഖുർആനിൽ ഇതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂജാതനാകുന്നത്
മക്കയിലാണ്. ഇന്ന് മക്ക സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയുടെ ഭാഗത്താണ്. വിശുദ്ധ ഹറമായ മക്ക, അവിടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായി അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുമ്പോൾ നീണ്ട വർഷക്കാലം ദൈവിക സന്ദേശങ്ങൾ ലഭിച്ചതനുസരിച്ച് ജനതയെ, മാനവരെ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുകയും സൃഷ്ടാവിന്റെ നിയമങ്ങൾ പാലിക്കാൻ മനുഷ്യർ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്നും ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായ പുതിയൊരു പ്രവാചകനല്ല, മറിച്ച് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ ശരിവെച്ചുകൊണ്ട് മതനിയമങ്ങൾ അഭ്യസിപ്പിക്കുവാൻ വന്ന ആളാണെന്നുള്ള പരിചയപ്പെടുത്താൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. കൃത്യമായ ദൈവിക അവബോധം ഉണ്ടാക്കിയതിനു ശേഷം ജനങ്ങൾക്ക് ഉപദ്രവകരമായ എല്ലാ കാര്യങ്ങളെയും അവിടെ നിന്ന് വിലക്കി. അതിൽ പ്രധാനമാണ് ലഹരി എന്നുള്ളത്. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന അറബ് ജനതയെ, ലഹരിയിൽ ആണ്ടുകടന്നിരുന്ന അറബ് ജനതയെ വിശുദ്ധ ഖുർആനിന്റെ ദൈവിക വചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് അവരെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അവിടെ നിന്ന് മദീനയിൽ എത്തിയപ്പോഴും അത് തന്നെയായിരുന്നു. അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ദൈവിക സന്ദേശങ്ങൾ സൃഷ്ടാവിലേക്ക് ക്ഷണിക്കുകയും സൃഷ്ടാവിന്റെ നിയമങ്ങൾ പരിചയപ്പെടുത്തുകയുമാണ് അവിടെ നിന്ന് ചെയ്തത്. സൃഷ്ടാവിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ലഹരി ഉപയോഗം. മനുഷ്യന്റെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന, അവന്റെ ബുദ്ധിയെയും ചിന്തയെയും തകർത്ത് കളയുന്ന ലഹരി എന്ന മഹാവിപത്ത്, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്, ഹറാമാണ്. പക്ഷെ മുസ്ലിം സമൂഹം ഇന്ന് ഈ വിഷയത്തിൽ ഏറെ ഉത്ബുദ്ധരല്ല എന്നത് നമ്മെ ഏറെ വ്യസനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യനെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുന്ന ഈ ഒരു വിപത്തിനെ സംബന്ധിച്ച് കൃത്യമായ താക്കീത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-91 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചവരെ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം, നിശ്ചയമായും മദ്യം പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളും ചൂതാട്ടവും അതുപോലെ തന്നെ പ്രതിഷ്ഠകളും ശകുനം നോക്കുവാനുള്ള അമ്പുകളും ഇതൊക്കെ പൈശാചിക വേലകളാകുന്നു. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, ഇതെല്ലാം നിങ്ങൾ വർജിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഇഹപര വിജയം നേടിയെടുക്കാവുന്നതാണ്. പിശാച് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും ഉളവാക്കുവാനും ദൈവിക സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുവാനുമാണ്. നാളെ മരണാനന്തര ജീവിതം, പരലോക വിശ്വാസം, ഇത്തരം ചിന്തകളിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ട് പൈശാചികതകളിൽ, ശത്രുതകളിൽ, അന്യോന്യം അക്രമങ്ങളിലും അതിക്രമങ്ങളിലും നിങ്ങളെ തളച്ചിടുവാനാണ് പിശാചി മദ്യമെന്ന അല്ലെങ്കിൽ ലഹരിയിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ഖംർ എന്ന് അറബിയിൽ പറയുന്നത് മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഖംറു മാ ഖാമറൽ അഖൽ, മദ്യം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മൂടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ കുല്ലു മുസ്കിരിൻ ഖംറുൻ കുല്ലു മുസ്കിരിൻ ഹറാമുൻ എന്ന പ്രവാചക അധ്യാപനം നമുക്ക് കാണാൻ കഴിയും. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം മദ്യത്തിന് തുല്യമാണ്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും അത് നിഷിദ്ധവുമാണ്, വിലക്കുള്ളതാണ്. അത് നമുക്ക് പാടുള്ളതല്ല എന്ന് പ്രവാചക അധ്യാപനമുണ്ട്. പരിതാപകരം എന്ന് പറയട്ടെ, പ്രവാചക അധ്യാപനം പകൽ വെളിച്ചം പോലെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് ലഹരിയിൽ ആണ്ടുകിടക്കുന്ന വിശ്വാസി സമൂഹങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന മുഹമ്മദ് നബിയെ പ്രവാചകനായി വിശ്വസിക്കുന്ന ആളുകൾ പോലും ഈ ഒരു പ്രവാചക അധ്യാപനത്തിന് വിരുദ്ധമായി ലഹരിയിൽ ജീവിതത്തെ തളച്ചിട്ടുകൊണ്ട് സ്വന്തം ശരീരവും ബുദ്ധിയും നശിപ്പിച്ച് സ്വന്തം കുടുംബത്തിനും നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടാതെയുള്ള, ആർക്കൊക്കെയോ വേണ്ടി സ്വന്തം ജീവിതത്തെ ഹോമിച്ചു കളയുന്ന വെറും നഷ്ടത്തിലായ ജീവിതത്തിൽ പല യുവാക്കളും ഇന്ന് ജീവിതം തള്ളി നീക്കുകയാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ പേരുകൾ വിളിച്ചുകൊണ്ട് ലഹരി ഉൽപ്പന്നങ്ങളെ സമൂഹത്തിൽ അതിനെ സാമാന്യവൽക്കരിച്ചാലും അതൊന്നും ഒരിക്കലും ഇസ്ലാമിക ദൃഷ്ട്യാ ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ പുതിയ പേരുകളിൽ, പുതിയ പുതിയ വർണ്ണങ്ങളിൽ, പുതിയ പുതിയ രുചിക്കൂട്ടുകളിൽ, അത് മദ്യമാകട്ടെ, മയക്കുമരുന്നാകട്ടെ, കഞ്ചാവാകട്ടെ, MDMA ആകട്ടെ, അതല്ലെങ്കിൽ അറേബ്യൻ ട്രീ ആകട്ടെ, ഹാഷിഷ് ആകട്ടെ, പല പല പേരുകളിൽ ജനങ്ങളിൽ വിറ്റഴിക്കപ്പെടുന്ന മാരകമായ ലഹരി ഉൽപ്പന്നങ്ങൾ, ഇതൊക്കെയും നിഷിദ്ധമാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് അഡിക്റ്റായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ഒരിക്കലും തൊട്ടു നീങ്ങുകയില്ല. കുറ്റകൃത്യങ്ങളിൽ അഭിരമിക്കുന്ന ജീവിതമായിരിക്കും മദ്യപാനികളെക്കും അതുപോലെ തന്നെ ലഹരിയിൽ അടിപ്പെട്ട ആളുകൾക്കും ഉണ്ടാവുക. നമ്മൾ നോക്കൂ, നിരന്തരം പത്രമാധ്യമങ്ങൾ ശ്രവിക്കുന്നവരാണ് അല്ലെങ്കിൽ വായിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിന്റെ കുറ്റകൃത്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുക. അതിൽ ഭൂരിഭാഗവും ആ കുറ്റകൃത്യത്തിന്റെ പിന്നിൽ പ്രേരകമായിട്ടുള്ളത് ലഹരിയാണെന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായി കാണും.
ലഹരി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്ന യുവാവ് പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി, അല്ലെങ്കിൽ മദ്യലഹരിയിലായിരുന്ന യുവാവ് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് വലിയ വലിയ അപകടങ്ങൾ നടന്ന് ആക്സിഡന്റുകളുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. മദ്യലഹരിയിലായിരുന്ന അല്ലെങ്കിൽ MDMA ഉപയോഗിച്ച ചെറുപ്പക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുകൾ നടത്തി ഒരാൾ സുഹൃത്ത് കൊല ചെയ്യപ്പെട്ടു. ഇങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നിന്നും പിന്നെ പുരുഷന്മാരോ അല്ലെങ്കിൽ ആൺകുട്ടികളോ മാത്രമല്ല എന്നുള്ളതും ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പെൺകുട്ടികളെ പോലും വലിയ ഒരു ശതമാനം പെൺകുട്ടികളെ പോലും ലഹരി മാഫിയകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ലഹരിയിലൂടെ ലൈംഗികമായി പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ പലവിധ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും പെൺമക്കൾ അവർ വിധേയമായി കൊണ്ടിരിക്കുന്നുള്ളതും നമ്മുടെ സാമൂഹിക പ്രത്യാഘാതങ്ങളുടെ ഒരു വലിയ വിപത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലഹരി ഉപയോഗത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത് എന്താണ്? വലിയ വലിയ നഷ്ടങ്ങളാണ് നമുക്ക് വന്ന് പിടിപ്പെടുക. ലഹരി മോചനം നമുക്ക് സാധ്യമാകണമെങ്കിൽ ചില തീരുമാനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ലഹരി കുട്ടികളിൽ ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ആരെങ്കിലും അനുകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഉപദേശം കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ തങ്ങളെക്കാൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന ചേട്ടന്മാരുടെ അവരുടെ സ്റ്റൈൽ കണ്ടോ അവർ ഉപയോഗിക്കുന്നത് കണ്ടോ ചെറിയ മക്കൾ പോലും അനുകരിച്ചുകൊണ്ട് അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് പിഴുതുമാറ്റാൻ പറ്റാത്ത അവരുടെ പ്രധാനപ്പെട്ട ഉപഭോഗ വസ്തുവാക്കി അവർ മാറ്റുന്നു എന്നുള്ളത് നമ്മളെല്ലാം കണ്ടറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിപത്തിനെ നമുക്ക് തുടച്ചു നീക്കണമെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ സമൂഹത്തിൽ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം നമുക്ക് സാധ്യമാവുക. മോചനത്തിനുള്ള ചില മാർഗങ്ങൾ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ലഹരിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമായും ലഹരിക്ക് അടിപ്പെട്ട ആളുകൾ അതിൽ നിന്നും മോചിതരാകണമെന്നുള്ള സ്വയം ഉറച്ച തീരുമാനം കൊണ്ട് മാത്രമേ അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയുള്ളൂ. ആദ്യം ഓരോ വ്യക്തികളും സ്വയം തീരുമാനമെടുക്കണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ലഹരി വേണ്ട, ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട, ഇതെനിക്ക് അപകടമാണ്, എന്റെ ഈ ജീവിതത്തിനും എന്റെ പാരത്രിക ലോകത്തെ ജീവിതത്തിനും ഇത് നഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ടാകണം. എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാവുക? അതിൽ ഒരു നഷ്ടമാണ് ശരിയായ വിശ്വാസം. ലഹരിക്ക് അടിപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടമാകുമെന്നുള്ളത് പ്രവാചക അധ്യാപനം നമുക്ക് കാണാം. ശരിയായ ഒരു മുഅ്മിനായിക്കൊണ്ട് വിശ്വാസിയായിക്കൊണ്ട് ഒരാൾക്കും ലഹരി സേവിക്കുക സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധി തകിടമറിഞ്ഞു, പിന്നീട് അവന് ദൈവിക ബോധം നഷ്ടപ്പെടുന്നു, അവന്റെ തലയ്ക്കുള്ള വെളുപ്പ് സ്വബോധം നഷ്ടപ്പെടുന്നു. പിന്നെ എന്തെല്ലാം അവിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളാണ് അവൻ കാണിച്ചു കൂട്ടുക. അവന്റെ വായിലൂടെ വരുന്നത് മ്ലേച്ഛമായ അസഭ്യങ്ങളായിരിക്കും. അവന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവപ്പെടുത്തുന്നതായിരിക്കും, അപായപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ വിശ്വാസം അവിടെ ഭംഗം വന്നു പോകുന്നു. ഇത് വലിയ അപകടമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവന്റെ ഈമാൻ, വിശ്വാസം എന്നുള്ളത്. ലഹരിക്ക് അടിപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ അത് കുറഞ്ഞു പോകുന്നു, അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലഹരി ബാധിതരായ ആളുകളെ കാണാൻ കഴിയും. മുസ്ലിങ്ങളായ ആളുകളെ പോലും പ്രവാചകൻ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും ലഹരിക്ക് അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബോധം അവർക്ക് നഷ്ടപ്പെടുന്നു. അവർ ഇതിനെല്ലാം വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അവരിൽ ഒരിക്കലും ദൈവിക ബോധം നമുക്ക് കാണാൻ സാധ്യമല്ല. 5 നേരത്തെ നിസ്കാരം ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനം. പക്ഷെ മദ്യപിക്കുന്ന ലഹരിക്ക് അടിപ്പെട്ട ആളുകൾ അവർ പള്ളിയിലേക്ക് പോകാറില്ല, സൃഷ്ടാവിന് വേണ്ടി സാഷ്ടാംഗം നമിക്കാറില്ല. ഇത് തന്നെ അവരുടെ വിശ്വാസ വൈകല്യത്തിന്റെ പ്രധാന അടയാളമാണ്. കാരണം ലഹരിക്ക് അടിപ്പെട്ടവർക്ക് സൃഷ്ടാവിന്റെ മുമ്പിൽ വണങ്ങുവാൻ സാധ്യമല്ല, അവന്റെ ഈമാൻ ഊരിയെറിയപ്പെടുകയാണ്. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ടത് നഷ്ടം എന്നുള്ളത് സ്വർഗത്തിൽ വിശിഷ്ടമായ വിഭവങ്ങൾ ലഭിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ ശരിബൽ ഖംറ ഫി ദുനിയ സുമ്മ ലം യതുബ് മിൻഹാ ഹുരിമഹാ ഫിൽ ആഖിറ. ആരാണോ ഈ ഇഹലോക ജീവിതത്തിൽ മദ്യം പോലെയുള്ള ലഹരികൾ ഒഴിവാക്കാത്തത്, അവന് സ്വർഗത്തിലെ വിശിഷ്ടമായ മദ്യം അവന് ലഭിക്കപ്പെടുകയില്ല. ഈ ദുനിയാവിലെ മദ്യം എന്നുള്ളത് അവന്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്നതും അവനെ മ്ലേച്ഛനാക്കുന്നതും അവന്റെ ആരോഗ്യത്തിന് ക്ഷതം വരുത്തുന്നതുമാണെങ്കിൽ പരലോകത്ത് സൃഷ്ടാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് ആസ്വാദ്യകരമായ പാനീയങ്ങളാണ്. ആ സ്വർഗീയ ലോകത്തെ ആസ്വാദ്യകരമായ വിഭവങ്ങൾ, പാനീയങ്ങൾ സേവിക്കുവാൻ, ആ സ്വർഗരാജ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ ആ വ്യക്തികൾക്ക് സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാം, ലഹരിക്കടിപ്പെട്ട ആളുകൾ ശാപാർഹരായി തീരുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം, ലഅനല്ലാഹുൽ ഖംറ, മദ്യത്തെ അല്ലാഹു ശപിച്ചിരിക്കുന്നു, വശാരിബഹ, അത് കുടിക്കുന്നവനെയും, വമുബ്താഅഹ, അത് വിൽക്കുന്നവനെയും, വആസറഹ വമുഅ്തസറഹ, ആ മദ്യം ഉണ്ടാക്കുന്നവനെയും അതിനുവേണ്ടി പണിയെടുക്കുന്നവരെയൊക്കെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ നോക്കൂ, മദ്യപിക്കുന്ന ആളുകൾ, ലഹരിക്കടിപ്പെട്ട ആളുകൾ അവരുടെ
ജീവിതം ശാപതുല്യമാണ്. അവർ ജീവിതത്തിൽ എന്ത് ആസ്വാദനമാണ് അറിഞ്ഞിട്ടുള്ളത്? അവരുടെ സ്വന്തം കുടുംബത്തെ പോലും ശിഥിലമാക്കി, അവരുടെ ഭാര്യ സന്താനങ്ങളെ അവർ വഴിയാധാരമാക്കി. ലഹരിക്ക് അടിപ്പെട്ടുകൊണ്ട് സ്വന്തം മക്കൾ വഴിതെറ്റുന്ന കാഴ്ച ലഹരിക്ക് അടിപ്പെട്ട പിതാക്കന്മാർ കാണുന്ന ദുരവസ്ഥയുണ്ട്. പിന്നീട് വിലപിച്ചു പോകുന്നു, എന്റെ മക്കളെ ഞാൻ എങ്ങനെ തിരുത്തും? എനിക്ക് ഇന്നേ വരെ തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. മക്കളും തന്നെ പോലെ മദ്യപിച്ചോ കഞ്ചാവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലഹരിക്ക് അടിപ്പെട്ടോ വന്ന് തന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ ചുവപ്പിച്ച് സ്വന്തം പിതാവിനെ കഴുത്തിന് പിടിച്ച് സ്വന്തം പിതാവിനെ മർദ്ദിക്കുന്ന അവസ്ഥ. ആ പിതാവും ലഹരിക്ക് അഡിക്റ്റാണ്. പിന്നെ എങ്ങനെ പിതാവിന് മകനെ തിരുത്താൻ കഴിയും? കാരണം പിതാവ് മാതൃകയായിട്ടില്ല, മക്കളെ തിരുത്താൻ അയാൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ശപിക്കപ്പെട്ട ഒരു ജീവിതം ഈ ലഹരിക്കടിപ്പെട്ട ആളുകളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അപകടം എന്നുള്ളത് പരലോകത്ത് നരകശിക്ഷയുണ്ട് എന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ രക്ഷയുണ്ട്, അവിടെ ശിക്ഷയുണ്ട് എന്നുള്ളത് ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിത്തറകളിൽപ്പെട്ടതാണ്. ഈ ഒരു ഐഹിക ജീവിതത്തോടു കൂടി മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല, മറിച്ച് പാരത്രിക ലോകത്ത് കൃത്യമായ വിചാരണകൾ, കണക്ക് ചോദിക്കലുകൾ, നന്മ തിന്മകളെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലുകൾ, എല്ലാ മനുഷ്യരും സ്രഷ്ടാവിന്റെ മുമ്പിൽ ഈ ചോദ്യങ്ങൾക്ക് വിധേയരാകുമെന്നുള്ളത് അടിസ്ഥാന വിശ്വാസങ്ങളിൽ ഒന്നാണ്. അവിടെ മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം അവന് നരകാഗ്നി ലഭിക്കുന്ന മറ്റൊരു ശിക്ഷയെ കുറിച്ച് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരക്കാർ തീനത്തുൽ ഖബാൽ എന്ന പാനീയം കുടിപ്പിക്കപ്പെടുമെന്നാണ്. കൂടെ ഉണ്ടായിരുന്ന അനുജനന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകനെ എന്താണ് തീനത്തുൽ ഖബാൽ? തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാളെപ്പോലെ നരകത്തിലുള്ള മറ്റ് അന്തേവാസികളുടെ ശരീരത്തിൽ നിന്ന്, അവരുടെ വ്രണങ്ങളിൽ നിന്ന് വെന്തുരുകുന്ന അവരുടെ ശരീരത്തിലെ ജീർണിച്ച ജലമാണ്, അതിന്റെ ചലമാണ് തീനത്തുൽ ഖബാൽ. മദ്യമെന്ന സ്രഷ്ടാവ് നിഷിദ്ധമാക്കിയ പാനീയം അവൻ ഈ ഇഹലോകത്ത് വെച്ച് ആസ്വദിച്ചപ്പോൾ, അവന്റെ ജീവിതം അനാവശ്യമായ ആസ്വാദനങ്ങളിൽ അവൻ തളച്ചിട്ടപ്പോൾ അതിന്റെ പ്രതിഫലം എന്നോണം, അതിന്റെ ശിക്ഷ എന്നോണം അവന് പരലോകത്ത് കിട്ടുന്നത് ഇത്തരത്തിൽ മ്ലേച്ഛമായ ഒരു പാനീയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എങ്ങനെ മോചനത്തിനുള്ള മാർഗം എന്നാണ്. അതിൽ ഒന്ന് സ്വയം തീരുമാനിക്കുക, രണ്ട് അപകടങ്ങൾ തിരിച്ചറിയുക എന്നതാണ് നാം പറഞ്ഞത്. ഒന്ന് മതപരമായ അപകടങ്ങൾ, ഞാൻ അത് പറഞ്ഞു വെച്ചു. ഇത്രത്തോളം മതപരമായ അപകടങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. സൃഷ്ടാവിന്റെ ശാപമുണ്ട്, നരകശിക്ഷയുണ്ട്, സ്വർഗത്തിലെ വിശിഷ്ടമായ വിഭവങ്ങൾ അയാൾക്ക് തടയപ്പെടും, കുടുംബജീവിതം ശിഥിലമാകും, അയാളുടെ മക്കൾ വഴിതെറ്റിപ്പോകും. അതുപോലെ തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത്തരം ആളുകൾ വിധേയപ്പെടുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ക്യാൻസർ പോലെയുള്ള ഹൃദ്രോഗങ്ങൾ, അതുപോലെ തന്നെ വൃക്കരോഗങ്ങൾ, അവന്റെ പിന്നെ ആന്തരിക അവയവങ്ങളെ പരിക്കേൽപ്പിക്കുന്ന, അതിന്റെ പ്രവർത്തനക്ഷമതയെ നിർവീര്യമാക്കി കളയുന്ന, ചുമച്ചും കുറച്ചും അല്ലെങ്കിൽ ഉപകാരപ്പെടാത്ത ആരോഗ്യകരമല്ലാത്ത ജീവിതം, ലഹരി ഉപയോഗിച്ചതിന്റെ പേരിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെ തിരുവനന്തപുരം RCC സെന്ററിൽ തന്നെ സഹോദരങ്ങളെ കഴിയുമെങ്കിൽ നിങ്ങൾ സന്ദർശിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ രോഗികളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചറിയുക. എത്ര ആളുകളാണ്, എത്ര ചെറുപ്പക്കാരാണ് അവരുടെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ ബാധിച്ച് ജീർണിച്ച ഭാഗങ്ങൾ, അതുപോലെ തന്നെ പിന്നെ വളരെ വീര്യം കൂടിയ മരുന്നുകൾ ഉപയോഗിച്ച് അവരുടെ കണ്ണിലെ പുരികങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ചർമ്മങ്ങൾ ചുളിഞ്ഞുപോയി, അവരുടെ രോമങ്ങൾ കൊഴിഞ്ഞുപോയി. 30, 32 അല്ലെങ്കിൽ 35, 40 വയസ്സുള്ള യുവാക്കളെ കണ്ടാൽ അവർ പടുവൃദ്ധന്മാരെ പോലെ പരസഹായത്തോടു കൂടിയല്ലാതെ എന്നല്ല ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും എന്തെല്ലാം വേദനകളാണ് ഇത്തരം ആളുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. നീറി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. എന്തിനാണ് ഈ ദുരിതങ്ങൾ അവർ സഹിക്കേണ്ടി വന്നത്? നൈമിഷികമായ ഏതാനും ചില നിമിഷത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി അവർ ലഹരിയെ ഉപയോഗിച്ചതിലൂടെ ഗുരുതരമായ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വന്നു. സഹോദരങ്ങളെ, മൂന്നാമതായി ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ലഹരിയിൽ നിന്ന് മുക്തമാകാൻ, ലഹരിമുക്ത ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ലഹരി അറിഞ്ഞുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചാൽ, ഇത് സൃഷ്ടാവിന്റെ നിയമമാണ്, എനിക്കിത് പാടില്ല എന്ന ബോധത്തോടു കൂടി ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് കാത്തിരിക്കുന്നത് സൗഭാഗ്യമാണ്. ഈ ഇഹലോകത്തുണ്ടാകുന്നതും സൗഭാഗ്യമാണ്. ആരോഗ്യമുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാം, സന്തോഷകരമായ ഒരു കുടുംബജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. മദ്യം ഉപേക്ഷിച്ചത് കൊണ്ട് എന്തായാലും സന്തോഷകരമായ കുടുംബജീവിതം കിട്ടണം എന്നില്ല, അതിന് വേറെ ചില ഘടകങ്ങളുണ്ട്. എങ്കിലും ലഹരി ബാധ മൂലമുള്ള ദുരിതപൂർണമായ കുടുംബജീവിതം ഒഴിവാക്കാം, അതിൽ നിന്നൊരു സന്തോഷം, സംതൃപ്തി കിട്ടും. എത്രയോ മക്കൾ അവരുടെ സ്കൂളുകളിൽ പോകുമ്പോൾ പിതാവ് മദ്യപാനിയാണ്, അല്ലെങ്കിൽ പിതാവ് ലഹരിക്ക് അടിമപ്പെട്ട ആളാണ് എന്ന് സ്വന്തം സുഹൃത്തുക്കളോട്, ഇതാണ് എന്റെ വാപ്പ, ഇതാണ് എന്റെ പിതാവ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ലജ്ജിക്കുന്ന മക്കളുണ്ട്. വിവാഹപ്രായമെത്തിയാൽ വിവാഹം അന്വേഷിച്ച് വരുമ്പോൾ എവിടെ പിതാവ് എന്ന് ചോദിക്കുമ്പോൾ ഉടുതുണിയില്ലാതെ ഒരു വശത്ത് വീടിന്റെ മൂലയ്ക്ക് കിടക്കുന്നത് കാണിച്ചു കൊടുക്കേണ്ടി വരുന്ന വിവാഹാലോചനയുടെ ചടങ്ങുകളും നമുക്ക് കാണാൻ കഴിയും. എന്തൊരു ലജ്ജാവഹമാണ്, എന്തൊരു നാണക്കേടാണ്. ആ മക്കൾ എങ്ങനെ തലയുയർത്തി പിടിക്കും? സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വയം കുടുംബത്തെ അപമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അപകടങ്ങളെ കരുതിയിരിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ഉള്ള പ്രധാന ഘടകം എന്നുള്ളത് സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. സാഹചര്യങ്ങളെ വിട്ടുനിൽക്കുക, പ്രധാനമായും കൂട്ടുകെട്ടാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായുള്ള ബന്ധവിച്ഛേദനം നിർബന്ധമാണ്. ലഹരി മോചനം ആഗ്രഹിക്കുന്ന ആളുകൾ അത്തരം തിന്മയുടെ ആളുകളുമായുള്ള ബന്ധം അത് ഉടൻ മുറിച്ചു കളയുക. അവരുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് വെക്കുക. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട, ആ ഒരു കൂട്ടുകെട്ട് നമുക്ക് വേണ്ട എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ആ
വഴിക്ക് പോകാതിരിക്കുക. അത്തരം ആളുകളോട് തുറന്നു പറയുക, ഞാൻ നിർത്തി പരിപാടി എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് ഒരു പക്ഷേ അതിലേക്ക് ഒരു ആഗ്രഹം തോന്നിയാലും അവർ തന്നെ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടോ, നീ അല്ലേ അന്ന് പറഞ്ഞത്, ഇതൊക്കെ ഒഴിവാക്കി. അപ്പൊ നമുക്കൊരു ലജ്ജ തോന്നും, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് തോന്നും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, കൂട്ടുകെട്ട് ഒഴിവാക്കുക. തൊഴിലാണ് പ്രശ്നമെങ്കിൽ ചില ആളുകളുടെ തൊഴിലിടങ്ങൾ, അവരുടെ ജോലി, അവിടെ മദ്യം സേവിക്കാൻ നിർബന്ധിതരാകുന്നു. സഹപ്രവർത്തകർ മദ്യപാനികളാണ്, അവർ ക്ഷണിക്കുമെങ്കിൽ സഹോദര, നിന്റെ നല്ലൊരു ജീവിതത്തിന് ആ ജോലി നീ ഉപേക്ഷിക്കേണ്ടി വന്നാലും നീ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ഉപജീവനം കണ്ടെത്തിയാൽ അതാണ് നിനക്ക് നല്ലത്, മദ്യത്തിലും ലഹരിയിലും തളച്ചിടേണ്ടി വരുന്നതിനേക്കാളും. അതുപോലെ തന്നെ ഒരു നാടും ഒരു സാഹചര്യം പ്രശ്നമാണെങ്കിൽ നിന്റെ വീട് നീ മാറി താമസിക്കേണ്ടി വന്നാൽ അതും നീ ചെയ്യണം. കാരണം നല്ലൊരു നാളേക്ക് വേണ്ടി, നല്ലൊരു ജീവിതത്തിന് വേണ്ടി നീ അതും ചെയ്യണം. അതുപോലെ തന്നെ ഒഴിവ് സമയങ്ങൾ ഉണ്ടാകാതെ നമ്മൾ പരമാവധി ഷുഗറുകളിൽ നമ്മുടെ സമയത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വിനിയോഗിക്കുക. അവസാനമായി ആരാധനകളിൽ ആനന്ദം കണ്ടെത്തുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. സൃഷ്ടാവിന്റെ മുന്നിൽ വണങ്ങുമ്പോൾ, അവന് വേണ്ടി സുജൂദ് ചെയ്യുമ്പോൾ, സൃഷ്ടാവിന് വേണ്ടിയുള്ള ദൈവിക മാർഗങ്ങളിൽ പണിയെടുക്കുമ്പോൾ അതിലൊരു ആനന്ദമുണ്ട്, ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിൽ നമ്മൾ ഒരു ആനന്ദം കണ്ടെത്തുക. സഹോദരങ്ങൾ ചിന്തിക്കൂ, ലഹരിയിൽ മാത്രമാണോ ആസ്വാദനമുള്ളത്? ഇക്കൂട്ടർക്ക് ലഹരിയല്ലാത്ത എന്ത് ആസ്വാദനമാണ് ഈ ഇഹലോക ജീവിതത്തിൽ അറിയാവുന്നത്? അവർ ശരിയായ ആസ്വാദനത്തെ നഷ്ടപ്പെടുത്തിയിട്ട് ദുരിതമാണ് വാങ്ങിപ്പിടിക്കുന്നത്. അത്തരം ജീവിതങ്ങൾ നശിച്ച ഒരു ജീവിതമാണ്. സഹോദരങ്ങളെ, സമയം വളരെ പരിമിതമായതുകൊണ്ടാണ് ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോയത് എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ ആരാധന പിന്നെ നിമഗ്നമായ ഒരു ജീവിതം നയിക്കുക, സൃഷ്ടാവിന് കീഴ്പ്പെടുക, സൃഷ്ടാവിന്റെ നിയമങ്ങൾക്ക് നമ്മൾ വിധേയരാകുക. സന്തോഷവും സൗഭാഗ്യവും ഉള്ള ഒരു ജീവിതം നമുക്ക് വന്നു ചേരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു തിന്മയെ വിദ്യാർത്ഥികളിൽ നിന്നും യുവാക്കളിൽ നിന്നും അതിന് നാമാവശേഷമാക്കിക്കൊണ്ട് ആ ഒരു തിന്മയെ ഈ സമൂഹത്തിൽ നിന്നും അള്ളാഹു വിഭാടനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, നമ്മൾ നമസ്കാരത്തിനായി പിരിയുകയാണ്. നമസ്കാരം കഴിഞ്ഞ് സ്വന്തം നമസ്കാരം കഴിഞ്ഞ് എത്രയും വേഗം തിരിച്ചു വന്നാൽ ഇനി ഈ ഒരു പ്രസംഗത്തിന്റെ ബാക്കിയും അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്.